ലോകകപ്പിൽ സൗദി അറേബ്യക്കെതിരെ സ്പെയിൻ 4 ഗോളിന് മുന്നിൽ. ലമീൻ യമാലാണ് ആദ്യ ഗോൾ നേടിയത്. ഒയാർസബാൽ ഇരട്ട ഗോളും നേടി. PT മുഹമ്മദ് ജസീം കൂടുതൽ വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ജസീം, സ്പെയിൻ ഇങ്ങനെ കത്തിക്കയറുകയാണല്ലോ സൗദിക്കെതിരെ. ആര്യ, തീർച്ചയായിട്ടും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് നിർണായകമായൊരു മത്സരം കൂടിയായിരുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലാണ് ആ മത്സരം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് ഏകപക്ഷീയമായ 4 ഗോളിനാണ് ഇപ്പോഴും സ്പെയിൻ മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ലമീൻ യമാൽ 19കാരനായ ലമീൻ യമാലിൻ്റെ കന്നി ഗോൾ, അതായത് കഴിഞ്ഞ ഈ ലോകകപ്പിലാണ് അദ്ദേഹം അരങ്ങേറുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മത്സരമായിരുന്നു ഇന്ന്. അതിൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഇലവനിൽ തന്നെ അദ്ദേഹം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇന്ന് 10-ാം മിനിറ്റിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് സ്പെയിനിന് ഒരു മികച്ച തുടക്കം നൽകുകയും അത് പിന്നീട് ഇരട്ട ഗോളുകളോടെ മൈക്കൽ ഓയർസബാൽ അത് സ്പെയിൻ്റെ സ്കോർ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലാണ് ഇന്നത്തെ മത്സരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെയൊക്കെ വലിയ കിരീട പ്രതീക്ഷയോടുകൂടി ഇവിടെ ലോകകപ്പിനെത്തുന്ന ടീം എന്നുള്ളത് തന്നെയായിരുന്നു സ്പെയിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. കാരണം അവർക്ക് അത്രത്തോളം മികച്ച സ്കോഡ് ഉണ്ടായിട്ട് പോലും കേപ്പ് വെർദെ എന്ന ഒരു കുഞ്ഞൻ ടീമിനോട്, അതായത് ലോകകപ്പിന് അരങ്ങേറുന്ന ഒരു ടീമിനോട് ആദ്യ മത്സരത്തിൽ ഗോൾ രഹിത സമനിലയായി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മുക്തമാകുന്ന രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് സൗദി അറേബ്യക്കെതിരെ അവർ കാഴ്ചവെക്കുന്നത്. നേരത്തെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ 4 മാറ്റങ്ങളോട് കൂടി തന്നെയാണ് അവർ ഇറങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരൻ്റെ വേഷത്തിലാണ് ലമീൻ യമാൽ ഇറങ്ങിയത് എങ്കിൽ ഇന്ന് ആദ്യ ഇലവനിൽ തന്നെ ലമീൻ യമാലിനെ ഇറക്കുകയും അദ്ദേഹം ഹാഫ് ടൈം വരെ, അതായത് 45 മിനിറ്റ് വരെ അദ്ദേഹം നിറഞ്ഞു കളിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. അതിനുശേഷമാണ് ലമീൻ യമാലിനെ പിൻവലിച്ചുകൊണ്ടാണ് പിന്നീട് മറ്റു താരങ്ങളെ ഇറക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയത്. ഡാനി ഒൽമോയെ പോലെയുള്ള താരങ്ങളും അതുപോലെ തന്നെ പോറോയെ പോലെയുള്ള താരങ്ങളും എല്ലാം ഇന്ന് ആദ്യ ഇലവനിൽ ഇറങ്ങി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു മാറ്റം കൂടി കൊണ്ടുവന്നതോടുകൂടി സ്പെയിൻ്റെ കളിയിലും ആ ഒരു മാറ്റം തന്നെ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തീർത്തും ഒരു ഏകപക്ഷീയമായ രീതിയിലേക്ക് സൗദിയെ ഒരു ഘട്ടത്തിലും മുന്നേറാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോഴും സ്പെയിൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് അവർ എത്തുമ്പോൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മത്സരം എന്ന് പറയുന്നത് യുറുഗ്വായ്ക്കെതിരെയുള്ള മത്സരമാണ്. തീർച്ചയായിട്ടും സൗദി അറേബ്യക്കെതിരായിട്ടുള്ള മത്സരം അത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഊർജ്ജം നൽകുമെന്നുള്ളതും അവർക്ക് നോക്കൗട്ടിലേക്കുള്ള പ്രതീക്ഷ അത് ഉറപ്പാകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ മത്സരം ജയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് 4 പോയിന്റ് ആകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നോക്കൗട്ടിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും ഈ ഗ്രൂപ്പിൽ നിന്ന് നോക്കൗട്ടിലേക്ക് ഉറപ്പിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ വിജയത്തോടു കൂടി. അതും 4 ഗോളിൻ്റെ ലീഡ് ഉയർത്തി 4 ഗോൾ അടിച്ചുകൊണ്ടാണ് ഇപ്പോഴും അവർ മുന്നിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഒരു ഏകപക്ഷീയമായ ഈ ഒരു മത്സരം അത് കൃത്യമായിട്ട് അവർക്ക് അനുകൂലമാക്കിയെടുത്ത് ഈ ലോകകപ്പിൽ അവർക്ക് മുന്നേറാൻ തീർച്ചയായിട്ടും കഴിയും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ റിസൾട്ട് മനസ്സിലാകുന്നത്. ആര്യ, തീർച്ചയായും എന്തായാലും സ്പെയിൻ ആരാധകരെ സംബന്ധിച്ച് യമാൽ ആരാധകരെ സംബന്ധിച്ചും ഇന്ന് സന്തോഷത്തിന്റെ രാത്രിയാണ്.